നമ്മുടെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചു കളയാട്ടോ. അപ്പടി പൊടി പിടിച്ച് കിടക്കുവാണ്. അപ്പൊ ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന മസാല ദോശയാണ്. മസാല ദോശ ഞാൻ അമ്മയുടെ ഇടയ്ക്ക് കഴിക്കുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് അമ്മ എനിക്ക് ബീട്രൂട്ട് ഇട്ട് ഉണ്ടാക്കി തരും, ഇടയ്ക്ക് ബീട്രൂട്ട് ഇടാതെ ഉണ്ടാക്കി തരും. ഹലോ, ഞങ്ങളിങ്ങനെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങി ഇരിക്കുകയാണ്. അപ്പൊ അമ്മ ഇന്നൊരു സ്പെഷ്യൽ വിഭവമൊക്കെ ഉണ്ടാക്കാന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് വിഭവം എന്നൊക്കെ നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചു കളയാം. ചുമ്മാ ഒരു വെറുതെ രസത്തിനൊരു ഈവനിങ് വ്ളോഗ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ അമ്മ ഇവിടെ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുക. ചെടിയൊക്കെ നനയ്ക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ടല്ലോ, അതാണ് സ്പെഷ്യലായിട്ട് ഞാൻ എടുക്കാത്ത. വീണ്ടും വീണ്ടും കണ്ടാൽ ചിലപ്പോൾ ബോറടിക്കും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അമ്മയോട് തന്നെ ചോദിച്ചു കളയാം. അപ്പം അമ്മയുടെ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞിട്ട് വിഭവം ഉണ്ടാക്കാൻ എന്നാ പറഞ്ഞേക്കണേ. എന്താണെന്നും എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്, എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്കിപ്പോൾ കാണാം കേട്ടോ. നമുക്ക് നമ്മുടെ ഫ്രണ്ടിലെ സിറ്റ് ഔട്ട് ഒന്ന് തുടച്ചു കളയാട്ടോ. അപ്പടി പൊടി പിടിച്ച് കിടക്കുവാണ്. അപ്പം ഞാൻ ആദ്യം സിറ്റ് ഔട്ട് ഒന്ന് അടിക്കാൻ തുടക്കണേ. ബ്രഷ് ചെയ്യാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. ആദ്യം ഞാൻ സിറ്റ് ഔട്ട് ഒന്ന് അടിക്കുവാണേ. ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാച്ചാണ് നമ്മൾ വെള്ളം മുക്കി തുടയ്ക്കുന്നത്. ബ്രഷ് വെള്ളത്തിലേക്ക് ഇട്ടേച്ച് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുക്കണം. എന്നാന്ന് വെച്ചാൽ ഒരുപാട് മുടിയുള്ള ബ്രഷ് അപ്പം കംപ്ലീറ്റ് വെള്ളം അല്ലെങ്കിൽ അതെ മുടിയുള്ളത് വെള്ളം അല്ലെങ്കിൽ കംപ്ലീറ്റ് കുടിച്ചിരിക്കും. ടൈലയിൽ ഉണങ്ങാൻ താമസം വരുവേ, അതുകൊണ്ടാട്ടോ ഇങ്ങനെ പിഴിയണം. ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇനി നമുക്ക് തൂക്കാം. ചിലയിടത്തൊക്കെ മണ്ണ് കൂടുതൽ നിൽക്കുന്നിടത്ത് ഞാൻ കൈ കൊണ്ടൊന്ന് ഉരയ്ക്കും പൊടി പോവാനായിട്ട്. അപ്പോൾ വേഗം തന്നെ തുടച്ചിട്ട് അമ്മ ഓടി അടുക്കളയിലിട്ട് പോയിട്ടോ ഇന്നത്തെ ഒരു സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കാനായിട്ട്. സ്പെഷ്യലല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്, എങ്കിലും ഒരു സ്പെഷ്യൽ പലഹാരം തന്നെയാണ്. നമ്മൾ നോർമലി ഉണ്ടാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് തീർച്ചയായിട്ടും സ്പെഷ്യലാണല്ലോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കാണാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു 4 മണി പലഹാരത്തിനുള്ള ഒരുക്കമാണെന്ന്. അതെ അത് തന്നെയാണ്. ഇതൊരു 4 മണി പലഹാരത്തിന്റെ ഒരുക്കത്തിലാണ് ഇവിടെ അമ്മയും. ഞാൻ കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്, അമ്മ ഇവിടെ എനിക്ക് ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതെന്താ അമ്മ? അത് ദോശമാവ്, ദോശക്കുള്ള മാവാണിത്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു അടിപൊളി മസാല ദോശയാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഓൾറെഡി ഒരു മസാല ദോശ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇന്ന് ബീട്രൂട്ട് ഇല്ലാത്ത മസാല ദോശയാണെന്നാണ് ബീട്രൂട്ട് ഇല്ലാത്ത മസാലയാണ് ദോശയുടെ ഉള്ളിൽ വെക്കണം. അതെ, വിത്തൗട്ട് ബീട്രൂട്ട് അല്ലേ? അതെ അതെ അതെ. മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. അതെ, ഇനി നമുക്ക് ദോശമാവ് കോരി ഒഴിക്കാം. ദോശമാവിലേക്ക് കടക്കാം. ദോശമാവ് കോരി ഒഴിക്കാൻ തുടങ്ങാം. കല്ല് ചൂടായി. ഞാൻ ഇതിന് ഒരു 1.5 കഷ്ടി എടുക്കൂട്ടോ മാവ്. പരത്താം നമുക്ക്. കുട്ടി മസാലയാട്ടോ ഉണ്ടാക്കണേ. അതെ, നമുക്ക് സ്വല്പം നെയ്യ് ചേർക്കണം. ബട്ടർ തീർന്നു പോയതുകൊണ്ട് ഗീ ആട്ടോ ഒഴിക്കണം. ഞാൻ സ്വല്പം ഗീ ഒഴിച്ചത് അതിങ്ങനെ ഒന്ന് ലെയറാക്കുമോ. ഒഴുക്കിയില്ലെങ്കിൽ അത് ഒഴുകി വന്നോളൂട്ടോ. എന്നാലും ഞാനൊന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്യിച്ചതാട്ടോ. അതെ, ശരിക്കും മൊരിഞ്ഞിട്ട് നമുക്ക് മസാല വെക്കാം. എന്നിട്ട് നമുക്ക് ചട്നിയും കൂട്ടി തട്ടാം. മസാല സ്പ്രെഡ് ചെയ്യുവാണ്. മസാലയിൽ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നോക്കി കടിച്ചോളണം കേട്ടോ. പിന്നെ സാമ്പാർ അല്ല ചട്നി ഒഴിക്കണോണ്ട് അത്ര വലിയ വിഷയം ഉണ്ടാവില്ല, വലിയ എരിവില്ല. നമുക്ക് ഫോൾഡ് ചെയ്താലോ? ഫോൾഡ് ചെയ്തോ. അടിപൊളി. ചൂട് മസാല ഊണുമേശ പുറത്തേക്ക് പോയിരുന്നേച്ച് ചൂട് മസാലയിലേക്ക് ചട്നി ഒഴിച്ചൊന്ന് കാണിച്ചു കൊടുക്കാം. ഞങ്ങളെല്ലാവരും
ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും അമ്മേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന ഒരു സ്പേസ് ആണിത്. അടുക്കളയുടെ പിന്നാമ്പുറമാണ്. ഈ സ്റ്റെപ്പിലിരുന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഞങ്ങള് ഇവിടെ വന്നിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഇന്ന് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന മസാല ദോശയാണ്. മസാല ദോശ ഞാൻ അമ്മയുടെ ഇടയ്ക്ക് കഴിക്കുന്നതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് അമ്മ എനിക്ക് ബീട്രൂട്ട് ഇട്ട് ഉണ്ടാക്കി തരും, ഇടയ്ക്ക് ബീട്രൂട്ട് ഇടാതെ ഉണ്ടാക്കി തരും. അപ്പൊ ഇത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഇത് ബീട്രൂട്ട് ഇടാതെ ഉണ്ടാക്കിയിട്ടുള്ള മസാലയാണ്. ഇതിന്റെ അകത്ത് വെച്ചിരിക്കുന്ന മസാല കണ്ടോ, നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. അകത്ത് നന്നായിട്ട് മസാല ഫില്ലിംഗ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ദോശ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. പച്ചക്കറികളാണല്ലോ നമ്മളിവിടെ. ബീട്രൂട്ട് ഇട്ട് കഴിഞ്ഞാലും എനിക്കിഷ്ടമാണ്, ബീട്രൂട്ട് ഇട്ടില്ലേലും എനിക്കിഷ്ടമാണ്. അപ്പൊ ഞാനിത് വേഗം കഴിക്കട്ടെ. ഞാൻ 2 എണ്ണമാണ് സാധാരണ മസാല ദോശ കഴിക്കാറുള്ളൂ. ഒരെണ്ണം ഞാൻ നേരത്തെ കഴിച്ചു കഴിഞ്ഞു. ഇതിപ്പോ രണ്ടാമത്തേത് ആണ് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കണേ. നല്ല ചൂടുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. മസാല ദോശയും തേങ്ങാ ചട്നിയുമാണ് കോമ്പിനേഷൻ ആയിട്ട് കഴിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരത്തെ കുറച്ച് ആക്ടിവിറ്റീസും അതുപോലെ ഫുഡിങ്ങും ഒക്കെ കമ്പൈൻ ചെയ്തിട്ട്, ടേസ്റ്റിംഗ് ടൈമും ഒക്കെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ജസ്റ്റ് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം നിങ്ങളെല്ലാവരും എപ്പോഴും പറയാറുണ്ട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ചാനലിൽ കാണാനായിട്ട് ഇഷ്ടമാണെന്ന്. അപ്പോൾ ജസ്റ്റ് വളരെ നോർമലായിട്ട് വളരെ സിമ്പിളായിട്ട് എടുത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് ഇനി ഒരുപാട് ബ്യൂട്ടിഫുൾ ഡിഷസ് ഇനിയും നമ്മുടെ ചാനലിൽ വരാനായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചാനലൊന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു ബ്യൂട്ടിഫുൾ ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.